ഹലോ ഗൈസ്, ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള റിപ്പയറുമായി ബന്ധപ്പെട്ട മറ്റ് ഫംഗ്ഷനാലിറ്റീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പയർ ഡാഷ്ബോർഡിലാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കൊരു ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. ആ ഡാഷ്ബോർഡിനകത്ത് നമ്മുടെ സർവീസിൻ്റെ ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റിപ്പയറിൻ്റെ ഡാഷ്ബോർഡ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒരാഴ്ച ഡേറ്റ ആയിരിക്കും നോർമലി കാണാൻ പറ്റുക. സോ അതിനകത്ത് തന്നെ പല പല ഡേറ്റേഴ്സ് കാണാൻ പറ്റും. റെഡി ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെലിവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ അതായത് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് എനിക്ക് ഏത് ഡേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് മാത്രം സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വർക്ക് കിട്ടും. ഇനി അങ്ങനെയല്ല, എനിക്കിപ്പോൾ എന്താണ് അസറ്റ് സ്റ്റാറ്റസ് റിസീവ്ഡ് ആയിട്ടുള്ളത് മാത്രം എനിക്ക് കിട്ടണമെന്നെങ്കിൽ അത് നോക്കാം. ഇനി ഏതെങ്കിലും ഡേറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം 1 മുതൽ ഈ വരെയുള്ള ഈ മാസത്തിൽ എത്ര വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ എത്രയാണ് റിസീവ്ഡ് ആയിട്ടുള്ളത്. ഇനി അതുപോലെ ജോബ് സ്റ്റാറ്റസ് ക്രിയേറ്റർ ആയിട്ടുള്ള വർക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ നെയിം ആണെന്ന് വിചാരിക്കുക. ഈ കസ്റ്റമർ നെയിം വെച്ചപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ നെയിമിൻ്റെ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ നെയിമിൻ്റെ മാത്രം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെ അപ്പം തന്നെ എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ഡീറ്റെയിൽസിന് കംപ്ലീറ്റ് ആയിട്ട് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഫീച്ചർ ഇവാലുവേഷന് വേണ്ടിയിട്ട്. സോ അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് എത്രയൊക്കെയാണ് വർക്കുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് വ്യൂ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് റിപ്പയറിൻ്റെ റിപ്പോർട്ട്സുകളുണ്ട്. റിപ്പോർട്ട്സിനകത്താണെങ്കിൽ റവന്യൂ റിപ്പോർട്ട്സുകൾ, വർക്ക് ഫർമൽ റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ റവന്യൂ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ ദിവസത്തെ റവന്യൂ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള എത്ര ബാലൻസ്, എത്ര ഗ്രോസ് റവന്യൂ വന്നിട്ടുണ്ട്, എത്ര ജോബുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. വർക്ക് സമ്മറിയിൽ ഓരോ എംപ്ലോയി ചെയ്ത വർക്കുകളും അവർ എത്രയാണ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പാർട്ട്ണറിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടുള്ളത് വർക്ക് ഫ്ലോ ആണ്. വർക്ക് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള യൂസറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് അതായത് നിങ്ങളുടെ കമ്പനിയിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്, അവരെത്ര വർക്കുകൾ ചെയ്ത്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഈ പറയുന്ന 3 അക്കൗണ്ടുകളാണ് നമുക്കുള്ളത്. അതിൽ ഒരാൾ അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഫ്രണ്ട് ഓഫീസർ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ എഞ്ചിനീയറിന് ഇപ്പം 3 കേസുകളുണ്ട്. അതിൽ ഒന്ന് റെഡിയാണ്, ബാക്കി 3 ലൈക്ക് റെഡി റിപ്പീറ്റുകളാണ്. ലൈക്ക് അങ്ങനെ എത്ര കേസുകളുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കേസുകളാണ്. അതിനകത്ത് 3 കേസിൽ 2 ക്രിയേറ്റർ ആണ്, ഒരെണ്ണം റെഡിയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരോ വർക്കറിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സോ മൈ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ എത്ര വർക്കുകളാണ്, അതായത് നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയർ ആണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ എഞ്ചിനീയറിന് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യൂ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനകത്താണെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള വർക്കുകൾ എത്രയാണ്, ലൈക്ക് അവൻ്റെ ഏതെങ്കിലും കേസ് ആയിട്ട് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഇനി ജോബ് സ്റ്റാറ്റസ് വെച്ചിട്ട് ക്രിയേറ്റർ ആണെങ്കിൽ എത്ര വർക്കുകൾ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത്രയുമാണ് ഇതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചർ എന്ന് പറയുന്നത്.